എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ്ലൈറ്റ്സ് എന്ന മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ആദ്യമായി യൂറോപ്പ് സന്ദർശിക്കുന്ന ഏതൊരാളുടെയും ഐറ്റിനറിയിൽ പ്രഥമ സ്ഥാനം നേടുന്ന സ്ഥലമാണ് ഫ്രാൻസും അതിൻ്റെ തലസ്ഥാനമായ പാരീസും. പാരീസിലെ കാഴ്ചകളിലേക്കാണ് സൈഡ്ലൈറ്റ്സ് എന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും പാരീസിലേക്കുള്ള എയർ ഇന്ത്യയുടെ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പാരീസിലെ ചാൾസ് ഡിഗോൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ഏതാണ്ട് 9.5 മണിക്കൂറോളം നീളുന്ന ദീർഘമായ യാത്രയ്ക്കൊടുവിൽ വൈകിട്ട് ഏകദേശം 7:30 മണിയോടുകൂടി ഞങ്ങളുടെ വിമാനം ചാൾസ് ഡിഗോൾ എയർപോർട്ടിൽ നിലം തൊട്ടു. CDG എയർപോർട്ട് ഒരു വലിയ എയർപോർട്ട് തന്നെ ആയിരുന്നുവെങ്കിലും പൊതുവെയുള്ള സൗകര്യങ്ങളിലും നടപടിക്രമങ്ങളിലുമൊക്കെ അതിന് തക്കതായ ഒരു ഗാംഭീര്യം ഫീൽ ചെയ്തില്ല. ലഗേജ് എത്തുവാനും വളരെ താമസിച്ചു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കും വിമാനത്താവള ജോലിക്കാരുടെ ഭാഗത്ത് നിന്ന് വളരെ സൗഹാർദ്ദപരമായ ഒരു മറുപടിയൊന്നും കിട്ടിയുമില്ല. നമ്മുടെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെല്ലാം എത്രയോ ഭേദം. പിന്നെ ഇവിടുത്തെ വിമാനത്താവളങ്ങളിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അറൈവൽ ലോഞ്ചിനകത്ത് വരെ ആർക്ക് വേണമെങ്കിലും വളരെ കൂളായിട്ട് വരാമെന്നുള്ളതാണ് സന്ദർശകർക്കടക്കം. ബാഗേജും എടുത്ത് പുറത്തു വന്നപ്പോൾ ഞങ്ങളുടെ ടൂർ മാനേജർ മിസ്റ്റർ മഹേഷ് കൊടിയൊക്കെ ആയിട്ട് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ടൂർ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ടൂർ ഗ്രൂപ്പിനോടുള്ള തൻ്റെ ആദ്യ അഭിസംബോധനയിൽ തന്നെ ടൂർ മാനേജർ യൂറോപ്പിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചും മോഷണ ശ്രമങ്ങളിൽ നിന്നും നമ്മളുടെ പാസ്പോർട്ടും മറ്റു വസ്തുവകളും എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരും എത്തിച്ചേർന്നുവെന്ന് ഉറപ്പുവരുത്തിയ ഉടനെ ഞങ്ങൾക്കായി കാത്തു നിന്നിരുന്ന പ്രത്യേക ബസ്സിൽ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. CDG എയർപോർട്ടിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ ഹോട്ടൽ സിറ്റി റെസിഡൻസ് എന്നു പേരുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം ഒരുക്കിയിരുന്നത്. എയർപോർട്ടിൽ നിന്നൊരു കഷ്ടി 10 മിനിറ്റ് ദൂരം മാത്രം. രാത്രി വിശ്രമത്തിനും ബ്രേക്ക്ഫാസ്റ്റിനും ശേഷം കൃത്യം 8 മണിക്ക് തന്നെ ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പ് പാരീസ് നഗര സന്ദർശനത്തിനായി ബസ്സിൽ പുറപ്പെട്ടു. നല്ല വീതിയുള്ള മനോഹരമായ റോഡുകളാണെങ്കിലും രാവിലത്തെ ട്രാഫിക് തിരക്കിൽ നഗരം വീർപ്പുമുട്ടുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. നമ്മുടെ ബോംബെ, ഡൽഹി നഗരങ്ങളൊക്കെ പോലെ തന്നെ റോഡിന് ഇരുവശവുമുള്ള മതിലുകളിൽ എന്തൊക്കെയോ എഴുതി വികൃതമാക്കിയിരിക്കുന്നു. ഗ്രാഫിറ്റി എന്ന് പറയുന്ന ഈ ഏർപ്പാട് യൂറോപ്പിലെ മിക്ക നഗരങ്ങളിലും സാധാരണയാണെന്ന് ടൂർ മാനേജർ പറഞ്ഞു. സിഗ്നലുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കരികിൽ ചെന്ന് ഭിക്ഷയാചിക്കുന്നവരെ ഇവിടെയും കാണാനായി. ഏതാണ്ട് 1 മണിക്കൂർ മാത്രം എടുക്കാവുന്ന ഈ യാത്ര ട്രാഫിക് തടസ്സങ്ങൾ നിമിത്തം 2.5 മണിക്കൂറോളം നീണ്ടു. യാത്രക്കിടയിൽ 1998 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിലടക്കം മത്സരവേദിയായിട്ടുള്ള സ്റ്റാഡ് ഡി ഫ്രാൻസ് എന്ന പടുകൂറ്റൻ ഫുട്ബോൾ സ്റ്റേഡിയവും ഫ്രഞ്ച് ഓപ്പൺ നടക്കാറുള്ള റോളൻ ഗാരോസ് മൈതാനവുമെല്ലാം ഞങ്ങളുടെ ടൂർ മാനേജർ വഴിയരികിൽ കാണിച്ചു തന്നു. ഒടുവിൽ ആദ്യ ലക്ഷ്യമായ ഐഫൽ ടവറിന് സമീപത്തെത്തി. ചിത്രങ്ങളിലും വീഡിയോകളിലും മറ്റും വളരെ ചെറുത് എന്ന് തോന്നിപ്പിക്കുന്ന ഐഫൽ ടവർ യഥാർത്ഥത്തിലൊരു ഭീമാകാരമായ നിർമ്മിതി തന്നെയാണ്. ഇതിൻ്റെ 4 ചെറുകാലുകളായി തോന്നുന്നവയുടെ ഓരോന്നിനുമിടയിൽ തന്നെ ഏകദേശം 70-80 മീറ്ററോളം ദൂരമുണ്ട്. വാസ്തവത്തിൽ ഈ 4 കാലുകളിൽ നിന്നുമാണ് മുകൾ നിലകളിലേക്ക് പോകാനുള്ള 4 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ക്യൂ വളരെ പതുക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലിഫ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന പതിവാണെന്ന് ക്യൂ നിയന്ത്രിച്ചിരുന്ന വോളണ്ടിയർമാർ പറഞ്ഞു. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ലെവൽ 2 പോകാനുള്ള ലിഫ്റ്റിൽ കയറി. ഏകദേശം 40 പേർക്കോളം കയറാവുന്ന ലിഫ്റ്റാണ്. സ്റ്റീൽ ഫ്രെയിമുകൾക്കിടയിലൂടെ ആദ്യം അല്പം ചരിഞ്ഞും പിന്നീട് നേരെ കുത്തനെയും ലിഫ്റ്റ് പതുക്കെ മുകളിലേക്ക് കയറി. ഫ്രഞ്ച് റവല്യൂഷന്റെ മെമ്മോറിയൽ എന്ന രീതിയിൽ 1887 നിർമ്മാണം ആരംഭിച്ച് 1889 നിർമ്മാണം പൂർത്തിയാക്കിയ ഐഫൽ ടവർ പൂർണ്ണമായും ഉരുക്കുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഗുസ്താഫ് ഐഫൽ എന്ന എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത ഈ ടവർ ഏകദേശം 330 മീറ്ററോളം ഉയരമുള്ളതും 1930 വരെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടവറായി കണക്കാക്കപ്പെട്ടിരുന്നതുമാണ്. ഐഫൽ ടവറിൽ പ്രധാനമായും 3 ലെവലുകളാണുള്ളത്. 51 മീറ്റർ ഉയരത്തിലുള്ള ആദ്യ ലെവലിൽ റെസ്റ്റോറൻറ്റുകളാണ്. 115 മീറ്റർ ഉയരത്തിലുള്ള സെക്കൻഡ് ലെവലിലാണ് ആദ്യത്തെ ഒബ്സർവേഷൻ ഡെക്ക്. 40 പേർക്കോളം കയറാവുന്ന ആദ്യ ലിഫ്റ്റ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് സെക്കൻഡ് ലെവലിലേക്കാണ്. സഞ്ചാരികൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലെവലിൽ തങ്ങളുടെ യാത്ര മതിയാക്കി അവിടെ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ച് താഴേക്ക് വരാം. 276 മീറ്റർ ഉയരത്തിലുള്ള തേർഡ് ലെവലിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ പണം നൽകി അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. അതിലേക്കുള്ള ലിഫ്റ്റ് വേറെയാണ്. അതിൽ 10 പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ. 120 മീറ്ററോളം വരുന്ന കുത്തനെയുള്ള കയറ്റം കയറാനായി ഈ ലിഫ്റ്റ് എടുക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രം. 276 മീറ്റർ ഉയരത്തിലുള്ള തേർഡ് ലെവൽ ഇന്നും യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കാണ്. ഐഫൽ ടവറിൻ്റെ തേർഡ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ പാരീസ് നഗരത്തിൻ്റെയും ചരിത്ര സ്മാരകങ്ങളുടെയും പരിസര പ്രദേശങ്ങളുടെയും സീൻ നദിയുടെയും എല്ലാം കാഴ്ചകൾ ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് നോക്കുന്നത് പോലെ തോന്നും.
ഉയരക്കൂടുതൽ ലെവൽ 3-ക്കാണെങ്കിലും ആകാശക്കാഴ്ചകളുടെ ദൃശ്യഭംഗി കൂടുതൽ മനോഹരമായി തോന്നുന്നത് ലെവൽ 2-ൽ നിന്ന് നോക്കുമ്പോഴാണെന്ന് ഞങ്ങളുടെ ടൂർ മാനേജർ പറഞ്ഞിരുന്നു. 2 ലെവലുകളിൽ നിന്ന് നോക്കിയതിൽ നിന്നും അത് ഏകദേശം ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി. ഐഫൽ ടവർ നൽകിയ ദൃശ്യാനുഭവം മനസ്സിൽ നുകർന്നുകൊണ്ട് തിരികെ നടന്നു വരുമ്പോൾ ഐഫൽ ടവറിൻ്റെ മിനിയേച്ചറൈസ്ഡ് മോഡൽ വിൽക്കുന്നവരെ കണ്ടു. തിരികെ ബസ്സിലേക്കുള്ള നടത്തത്തിനിടയിൽ ഭീമാകാരമായ ഒരു നായയും കൊണ്ട് സവാരി നടത്തുന്ന ഒരാളെയും കണ്ടു. ഇത്തിരി പണം മുടക്കാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വെള്ളക്കുതിരകളെ വലിക്കുന്ന രാജകീയ രഥത്തിലൊക്കെ കയറി ഒരു സവാരിയൊക്കെ ആകാം. പാരീസ് നഗരവിശേഷങ്ങളുടെ പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പാരീസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.